ഏവർക്കും ദേവദാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. പൗർണമിയും പൊങ്കാലയും ചന്ദ്രഗ്രഹണവും ചേർന്നു വരുന്ന അപൂർവ ദിവസമാണ് ഇന്ന്. ദേവീപ്രീതിക്ക് ഏറ്റവും വിശിഷ്ടമാണ് ഈ ദിവസം. അതായത് 2026 മാർച്ച് 3 ചൊവ്വാഴ്ചയായ ഇന്ന് പൗർണമിയും പൊങ്കാലയും പൂരം നക്ഷത്രവും ചന്ദ്രഗ്രഹണവും ചേർന്നു വരുന്ന ഒരു അപൂർവ ദിനമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിനത്തിൽ ദേവിയെ ലളിത ത്രിപുരസുന്ദരി ഭാവത്തിൽ ഭജിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ഈ സവിശേഷ ദിനത്തിൽ ലളിതാദേവിയുടെ 1000 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്, സവിശേഷ ഫലം നൽകും. ലളിതാ സഹസ്രനാമ ജപത്തിലൂടെ മനസ്സ് വളരെയധികം ശാന്തമാവുകയും ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള മനക്കരുത്ത് ആർജിക്കുകയും ചെയ്യും. കൂടാതെ രോഗദുരിതവും ദാരിദ്ര്യം നീങ്ങുകയും കുടുംബ ഐശ്വര്യം വർദ്ധിക്കുകയും ഏത് ക്ലേശങ്ങൾ അകലുകയും ചെയ്യും. സൽസന്താന സൗഭാഗ്യത്തിനും സന്താന പുരോഗതിക്കും വൈവിധ്യ ദോഷ നാശത്തിനും ദീർഘ ആയുസ്സുണ്ടാവുവാനും വളരെയധികം നമ്മുടെ ജീവിതം മാറ്റിമറിക്കുവാനും സാമ്പത്തികമായ ഉന്നമനത്തിനും അതുപോലെ തന്നെ ആരോഗ്യപരമായ ഏത് അസുഖങ്ങളിൽ നിന്നും നമുക്ക് ആ കടമ്പകളെ വെല്ലുവാനുമൊക്കെ ലളിത സഹസ്രനാമത്തിലൂടെ ഈ ദിവസം നമുക്ക് സാധിക്കും. ജപത്തിന് ഈ പറയത്തക്ക പ്രത്യേക നിഷ്ഠകളൊന്നുമില്ല. ശരീരശുദ്ധി വരുത്തിയ ശേഷം നിലവിളക്കിന് മുന്നിലിരുന്ന്, അത് നെയ്വിളക്കാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്, നെയ്വിളക്കിന് മുന്നിലിരുന്ന് രാവിലെയും സന്ധ്യയ്ക്കും ഈ ലളിത സഹസ്രനാമം നമുക്ക് ജപിക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരും. ഈ ദിവസം അത്രയേറെ പ്രത്യേകതകളാണ്. കാരണം ചൊവ്വാഴ്ചയാണ്. പൗർണമിയും പൊങ്കാലയും പൂരനക്ഷത്രവും ഒപ്പം ചന്ദ്രഗ്രഹണവും ചേർന്ന് വരുന്ന ഒരു അപൂർവ ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഈ അപൂർവ ദിനം ദേവീപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിവസമായി കരുതപ്പെടുന്നു.